ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ വട്ടം നമ്മളൊരു BMW എടുത്തില്ലായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനാണ് പോകുന്നത്. പെയിൻറ് മാറ്റണം. മച്ചാനെ ആദ്യമേ പെയിൻറ് മാറ്റിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പെയിൻറ് മാറ്റണം, പിന്നെ നമ്മുടെ അലോയൊക്കെ മാറ്റണം. കണ്ടോ, നമ്മുടെ രണ്ട് കാറും കൂടെ ഇങ്ങനെ കിടക്കുവാണ്. ഇമാരെയൊക്കെ സെറ്റ് ആക്കണം. അണ്ട് ഇപ്പോൾ നമ്മൾ പെയിൻറ് മാറ്റുന്ന ഷോറൂമിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പോകുന്നത്. ഡിഫൻഡർ പെയ്യെ നമ്മൾ പണി തീർക്കുന്നതുള്ള നമ്മുടെ വീട് പണി നാളെ കയ്യിലും. നാളെയാണ് പാല് കാഴ്ച. അപ്പോൾ ഇന്ന് 12 മണിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് BMW എടുത്തിട്ട് നാളെ ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിക്കേണ്ടതല്ലേ ഗൈസ്. അവിടെ ഇന്ന് BMW എക്സോസ്റ്റൊക്കെ വെച്ചിട്ട് പൊട്ടിക്കുക നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ആർക്കറിയാം വീട് പിടിക്കുമോ പോലീസ് പിടിക്കുമോ. നമുക്ക് ആദ്യമേ പോവാം. അപ്പോൾ ഈ കാറെടുത്ത ഷോറൂമിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ കളറോടെ എനിക്ക് അങ്ങോട്ട് ചെറുതായിട്ട് ഒരു ഇഷ്ടപ്പെടും. വണ്ടി ഇഷ്ടമായിട്ടാണ് ഞാൻ എടുത്തത്. അവിടെ ആ കമ്പനിയിൽ ഈ കാറ് മാത്രമുള്ളായിരുന്നു. ലാസ്റ്റ് സാധനമായിരുന്നു. പിന്നീട് ഇതിൻ്റെ വില എന്ന് പറയുന്ന പകുതി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ വില പറയണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ പിന്നീട് ഇതിൻ്റെ വില ഞാൻ പറയാം. ആദ്യമേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1 കോടി രൂപയാണ് ഈ പുതിയ മോഡൽ BMW വന്നിരിക്കുന്നത്. അത് നിസ്സാര വിലയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലവർക്കൊക്കെ അതൊക്കെ വലിയ വിലയായിരിക്കും. എനിക്കിങ്ങനെ പൈസയുടെ കുത്ത് നോക്കാടായതുകൊണ്ട് പിന്നീട് നമ്മളിങ്ങനെ BMW എടുത്തുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ നമ്മളെ ഗൾഫിലെ പോലെയാണ് ബാക്കി എല്ലാ വണ്ടികളും. ഗൾഫിൽ പോലെ ഇങ്ങനത്തെ സ്പീഡിൽ പോകത്തില്ല വണ്ടി. കുണിങ്ങിയാണ് പോകുന്നത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ. അത് നമുക്ക് ഷോറൂമിലോട്ട് പോവാം. ഷോറൂമിൽ പോകുന്ന വഴി പല വഴിയുണ്ട്. നമുക്ക് ഷോറൂമിലൊന്ന് പോയിട്ട് അവരുടെ കയ്യിൽ BMW കൊടുക്കാം. അവർ മേളിലാട്ടോ കൊണ്ട് ചെല്ലണ്ടേ. നമുക്ക് അവിടുത്തെ അണ്ണനെ വിളിക്കാം കേട്ടോ. ആദ്യമേ ഞാനൊന്ന് വിളിക്കട്ടെ, നമ്പർ ഒന്ന് അടിക്കട്ടെ. അയാളെ ഒന്ന് വിളിക്കട്ടെ. എൻ്റെ ഫ്രണ്ടിൽ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ ഫോൺ നമ്പറിലുണ്ട്. Hi sir, I may run your BMW M3 up for the work, okay sir? ശരി. ഓക്കെ ഗൈസ്, മണ്ടക്കോട്ട് കാർ കൊണ്ടുവരാനാട്ടോ പറഞ്ഞ്. സാധനം മണ്ടക്കോട്ട് കൊണ്ടുവരാൻ എന്താ ചെയ്യാനാ, എന്താവൂന്ന് ആർക്കറിയാം. ഇവിടെയൊക്കെയാ കൊണ്ടുപോകണേ. ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം കൂടെ ഇടിച്ച് പറിച്ചോണ്ട് ചെല്ലും മണ്ടക്കോട്ട്. ഇതാ മണ്ട. കാറിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ആരും കാറ് മേടിക്കാൻ പറ്റുന്നില്ല. അന്ന് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കാറിൻ്റെ കളക്ഷൻസ്. അന്ന് ഞാൻ കൊണ്ട് കാണിച്ചത്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഇടിച്ച് കയറ്റാനാണ് പണി പാടും. രാമാന ഈ വണ്ടി പാട്ട വണ്ടി. സോറി ഗൈസ്. പിന്നെയാണ് നിങ്ങളെനിക്ക് കമൻറ്റ് കൂടെ ഇട്ടുതരാം. എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സംശയം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. നമുക്ക് കണ്ടൻറ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ സംഭവം സെറ്റാക്കുന്നേ ഉള്ളൂ. കണ്ടൻറ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ നാളെ ഇന്ന് വന്ന് കാണും. 12 മണിയല്ലേ, അപ്പോൾ ഇങ്ങോട്ട് ഇട്ടേക്കാം. പിന്നെ ഇന്ന് രാത്രി ആവുമെന്ന് ആർക്കറിയാം. പെയിൻറ്റിങ് മണിയല്ലേ, വണ്ടിയൊക്കെ വരും. സമാധാനത്തോടെ തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, വണ്ടി ഇങ്ങോട്ട് വളച്ചിടാനാണ് പ്ലാനിങ്. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചീല് കേസായിട്ട് നമുക്ക് പോവാം. ലാസ്റ്റ് എത്ര രൂപയാണെന്ന് പറയാം. പെയിൻറ്റിൻ്റെയും നമ്മുടെ വണ്ടി അലോയി മാറ്റുന്നതിൻ്റെയും അലോയുടെ കളറും. ആദ്യമായിട്ടാണ് അലോയുടെ കളർ ഞാൻ ഇന്നേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നാണ് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ കയ്യിൽ ബെൻസാണുള്ളത്. അവൻ നാളെ വരത്തില്ല, അവൻ ഗൾഫിൽ പോയിട്ടുണ്ട്. ആ കാറിലായിരിക്കും നമ്മൾ പോകണമെന്ന് തീരുമാനിച്ചത്. നമ്മൾ ഇവിടെ പോകണമായിരുന്നു ഗൈസ്. എവിടെ ആയിരുന്നു ഗൈസ്, നമ്മുടെ ഒരു ബീച്ച് വരെ പോകാനായിരുന്നു ബെൻസിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ BMW എടുത്തത്. നമ്മുടെ കൂട്ടുകാരനെ ബെൻസിലാക്കുന്നത്. എൻ്റെ കയ്യിൽ ഡിഫൻഡർ മാത്രമേ ഉള്ളൂ. ഡിഫൻഡർ കൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുമോ. അപ്പോൾ ഗൈസ്, അടുത്ത ദിവസം നമുക്ക് നിഞ്ച എടുക്കണമെന്ന് എനിക്കൊരു താല്പര്യമുണ്ട്.
നിഞ്ച എടുക്കുന്ന കമ്പനി ഇവിടെ വണ്ടി കൊണ്ടുപോകുന്നത് എനിക്കറിയത്തില്ല, നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മാത്രം അപ്പോൾ സാധനം ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പോൾ ഈ വണ്ടി ശരിയാക്കിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ടാറ്റാ.